നമസ്കാരം. ഇന്ന് പരിചയപ്പെടാനുള്ളത് മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ന്യൂട്രിറ്റീവ് ഫ്രൂട്ടാണ് ഫിഗ് എന്നുള്ളത്. ഈ ഒരു അത്തിപ്പഴം സുലഭമായിട്ട് കിട്ടുന്ന ചില ഏരിയകളുണ്ട്, പക്ഷേ എങ്കിലും ഇതിന് ഒത്തിരിയേറെ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള ഈ ഒരു അത്തിപ്പഴം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അവൈലബിലിറ്റി ഉള്ളത് പലപ്പോഴും തന്നെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇതിൻ്റെ ഡ്രൈ ഫോം കിട്ടും. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട് ഉപയോഗിക്കുന്നത് ഒത്തിരിയേറെ ആരോഗ്യ ഗുണങ്ങളുണ്ട്. അത് ഫ്രഷ് ആയാലും ഓക്കെയാണ്, ഏത് രീതിയിൽ വേണേലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ അത്തിപ്പഴത്തിന് നമുക്ക് സ്കിൻ കെയറിൽ, ഹെയർ കെയറിൽ, നമ്മുടെ ബോഡിയിൽ വരുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒക്കെ തന്നെ വളരെ നല്ല രീതിയിൽ നമുക്കിതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിൽ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടെ ഈ ഒരു അത്തിപ്പഴം ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് കൂടെ പറയുന്നുണ്ട്. ഇത് ചരക സംഹിതയിൽ തന്നെ ഇതിനൊരു റെഫറൻസും പറയുന്നുണ്ട്. പരൂഷകം മധൂകം ച വാദപിത്തേ ച ശയ്യതേ എന്നുള്ളത്. വാദപിത്ത ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോഡിക്ക് നല്ലൊരു കൂളിംഗ് നാച്ചർ കൊടുക്കുന്നുണ്ട്. ഒരു ലാക്സേറ്റീവ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്കിത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഹെമറോയിഡ് ഇഷ്യൂസ്, പൈൽസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അത് സിവിയർ ആയിട്ടുള്ള കണ്ടീഷനിൽ പോലും നമുക്ക് മലശോധനയൊക്കെ നന്നായിട്ട് നടത്താൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മെറ്റബോളിസത്തിനെ നോർമലാക്കാനും ഫുൾ ബോഡിയെ നമുക്കൊന്ന് ടോക്സിൻസിനെയൊക്കെ ക്ലിയർ വാഷ് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു ഫിഗ് അല്ലെങ്കിൽ അത്തിപ്പഴം ഉപയോഗിക്കാം. ഇതുപോലെ തന്നെ ഗുണകരമായിട്ടുള്ളതാണ് നമ്മുടെ ഉണക്കമുന്തിരി എന്നുള്ളത്. ഉണക്കമുന്തിരിയും ഫിഗും കൂടെ ചേർത്തിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് അതൊരു ജ്യൂസ് അടിച്ച് ഉപയോഗിക്കാം. പക്ഷെ അത് വളരെയധികം ഷുഗർ ലെവൽ കൂടിയിരിക്കും എന്നുള്ളത് കൊണ്ട് ഫിഗ് തനിയെ കഴിച്ചാലും മതി. ഇനി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഈ രീതിയിലൊക്കെ തന്നെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അത്തിപ്പഴത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് വിശുദ്ധ ഖുറാനിലും പരാമർശിക്കുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് നമ്മുടെ ബോഡിയെ തന്നെ കൂളാക്കി വെക്കാൻ സഹായിക്കുന്നത് കൊണ്ട് PMS അല്ലെങ്കിൽ നമുക്ക് പ്രീ മെൻസ്ട്രൽ സിംറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, മെൻസസ് ആവുന്നതിന് ഒരാഴ്ച മുന്നേ ഒക്കെ കാണുന്ന ചില ഹോർമോണൽ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാവുന്ന മൂഡ് സ്വിങ്സ് പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതാണ്. അതുമാത്രമല്ല ഉറക്കക്കുറവുള്ള ആളുകൾക്കാണെങ്കിൽ ഒരു സ്ലീപ്പ് ഇൻഡ്യൂസിങ് ഫ്രൂട്ടായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ പറ്റും. അപ്പോൾ അത്തരം ആളുകൾക്കും ഇത് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളതാണ്. പിന്നെ ബോഡി ഹീറ്റ് കൂടുതലായിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ തന്നെ ഫിഗിൻ്റെ ഈ ഒരു തണുപ്പ് കാരണം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ബ്ലഡ് ഷുഗർ പേഷ്യൻസ് ആണെങ്കിലും നമുക്ക് ഷുഗർ ലെവൽ വേണം, അല്ല നാച്ചുറൽ രീതിയിലുള്ള ഷുഗർ വേണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊരു ഫിഗ് കഴിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇതിൽ ധാരാളം ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ അളവ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ബ്ലഡ് പ്രഷർ ഉള്ള ആളുകളാണെങ്കിൽ അവർക്കും തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഇത് വെയിറ്റ് ലോസിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അത് പറയാൻ കാരണം നമുക്ക് ഇത് ദഹിക്കാൻ കുറച്ച് സമയമെടുക്കും എന്നുള്ളത് കൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ വയറ് ഫില്ലായതുപോലെ തന്നെ ഒരുപാട് സമയം നീണ്ടു കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കൂടുതൽ കഴിക്കണം എന്നുള്ള ആ ഒരു തോന്നലിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുവഴി തന്നെ മെറ്റബോളിസം ഒക്കെ നോർമൽ ആക്കുന്നത് കൊണ്ടും നമുക്ക് മോഷനൊക്കെ നന്നായിട്ട് പോകുന്നത് കൊണ്ടും ഡൈജഷൻ ഈസി ആക്കുന്നത് കൊണ്ടും ഒക്കെ തന്നെ ഇത് വെയിറ്റ് ലോസിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ വെയിറ്റ് ലൂസ് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഹെൽത്തി ഡ്രൈ ഫ്രൂട്ടാണ് ഫിഗ് എന്ന് വേണം പറയാൻ. സെക്ഷൽ പ്രോബ്ലംസ് ഉള്ളവർക്ക്, ലൂസ് സ്റ്റാമിന പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫിഗ് ഉപയോഗിക്കുന്നത് വളരെയധികം ഗുണകരമായിട്ടുള്ളതാണ്. വൈറ്റമിൻ B6, A, C, E ഇതൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് സ്കിൻ കെയറുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫിഗ് എന്നുള്ളത്. അത് ഉള്ളിലേക്ക് എടുക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അമൈനോ ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിലൊക്കെ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. നല്ല മിറാക്കിൾ ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഒരിക്കലും ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് കഴിക്കാൻ വേണ്ടി എടുക്കുക. കാരണം കുറച്ചധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നാണ് നമുക്ക് നാട്ടിലൊക്കെ കിട്ടുന്നതും തന്നെ. അപ്പോൾ ചെയ്യേണ്ടത് ഇത് ഉള്ളിലേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെ ആക്നെ പ്രശ്നങ്ങളുള്ളത്,
ഡ്രൈ സ്കിന്ന് കൊണ്ടോ പിത്തദോഷം കൂടിയിരിക്കുന്ന ആളുകൾക്കൊക്കെ പെട്ടെന്ന് റിങ്കിൾസ് വരാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് ഞാനും ഒരു പിത്ത ടൈപ്പ് പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോഡിയിൽ ചൂട് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഹോർമോൺ വേരിയേഷൻസ് ഒക്കെ പെട്ടെന്ന് വരും, അല്ലെങ്കിൽ സ്ട്രെസ്സ് ഹോർമോണൊക്കെ കൂടിക്കഴിഞ്ഞാൽ അത് മുടി നരയ്ക്കാൻ, അല്ലെങ്കിൽ സ്കിന്നിൽ ചുളിവുകൾ വീഴ്ത്താൻ, പെട്ടെന്ന് പിമ്പിൾസ് വരാൻ, ഇതൊക്കെ വളരെ പെട്ടെന്ന് സാധിക്കുന്ന ഒരു ശരീരപ്രകൃതി ആയതുകൊണ്ടും ഈ ഒരു ഫിഗ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നല്ല വ്യത്യാസം കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് സ്കിന്നിൽ മാത്രമല്ല കേട്ടോ, സ്കിന്നിന് നല്ല ഗ്ലോ തരാനും സപ്പിളായിട്ട് ഇരുത്താനും ഒരു ആൻറ്റി ഏജിങ് ആയിട്ട് ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉള്ളത് കൊണ്ടും ആൻറ്റി കൊളാജിനസ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടും ഒക്കെ തന്നെ ഇത് കൊളാജൻ പ്രൊഡക്ഷന് സഹായിക്കുന്നുണ്ട്. നമുക്ക് സ്കിന്നിൽ ചുളിവുകൾ വീഴാണ്ട് സഹായിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഒട്ടും വരില്ല എന്നുള്ളതല്ല, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇത് പെട്ടെന്ന് വരുന്നത് തടയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ഏജിങ് പ്രോസസ്സ് ഒന്ന് ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും എന്നുള്ളതും, പിന്നെ മുഖത്തിന് നല്ലൊരു പ്രസരിപ്പും ഉന്മേഷവും ഒക്കെ തോന്നിക്കാനൊക്കെ സഹായിക്കുന്നതാണ്. പിന്നെ കാൽസ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് പല്ലിൻ്റെ ബലത്തിന്, എല്ലിൻ്റെ ബലത്തിനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇത് സ്കിന്നിലേക്ക് മാത്രമല്ല, ഹെയർ കെയറിലും നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താം. ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ആദ്യം പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുക സ്കിന്നിലാണ്, അത് പെട്ടെന്ന് ഒരുപാട് മാറ്റങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ഗുണങ്ങൾ. അതുപോലെ തന്നെ അത് ഹെയറിലേക്കും ബാധിക്കും. ഹെയറിൽ ഒട്ടും സ്ട്രോങ് അല്ലാത്ത മുടിയിഴകളാണ്, പൊഴിഞ്ഞു പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. മുടി വളരാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി മിക്സ് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. വളരെയധികം ഗുണകരമായിട്ടുള്ളതാണ്. ഇത്രയും ഗുണങ്ങളൊക്കെ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഡെയിലി ഉപയോഗിക്കുന്നത് ഒരു സാധനവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്, ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒന്നും പ്രത്യേകിച്ച് ഒരു ഡിമെറിറ്റ്സും ഇതുകൊണ്ട് ഉണ്ടാവില്ല. പക്ഷെ ഷുഗർ ലെവൽ ഫ്രൂട്ട്സിനൊക്കെ അല്പമെങ്കിലും കൂടുതലായതുകൊണ്ട് ചിലപ്പം കണ്ടിന്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ ലെവൽ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഡയബറ്റിക് പേഷ്യൻസിനും വളരെ ഗുണകരമായിട്ടുള്ളതാണ്. കാരണം ഇതിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദിവസേന ഉപയോഗിക്കേണ്ട എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ബാലൻസിനും ഒക്കെ തന്നെ ഇത് സഹായിക്കുന്നുണ്ട്, ഇതിൽ അടങ്ങിയിട്ടുള്ള മിനറൽസ് എല്ലാം തന്നെ. പിന്നെ ചിലർക്കൊക്കെ തന്നെ അലർജി സെൻസിറ്റീവ് ആയിട്ടുള്ള ശരീരപ്രകൃതിയാണ്. അത്തരം ആളുകളൊക്കെ ആണെങ്കിൽ അലർജിക് പ്രശ്നങ്ങൾ എന്തിനെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ചിലർക്ക് നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അലർജി ഉള്ളവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇത് മാക്സിമം ആളുകളിലേക്ക് നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിൽ, വാട്സപ്പിലും ഒക്കെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആളുകൾക്ക് മാക്സിമം ഉപകാരപ്പെടട്ടെ എന്നോർത്തിട്ടാണ്. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നും പറയുന്നത് പോലെ ലൈക്സ് ഒന്നും ചെയ്യാൻ മറക്കരുതേ. കാരണം നിങ്ങളുടെ ലൈക്സും കമൻസും ഒക്കെ കൂടുതൽ വീഡിയോ റെക്കമെൻഡേഷനിലേക്ക് വരാനും അതുപോലെ തന്നെ അത് ഒത്തിരി ആളുകൾ കാണാനും ഒക്കെ സാധിക്കുന്നത് അതുവഴിയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.